16ാം നിയമസഭാ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഗവർണർ വിശ്വനാഥ് ആർലേക്കർ കൃത്യം 9 മണിക്ക് തന്നെ സഭയിലെത്തുകയും നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയും ചെയ്തു. ഏകദേശം 1.25 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസംഗമാണ് അദ്ദേഹം നിയമസഭയിൽ നടത്തിയത്. സഭയിലെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളെയെല്ലാം പ്രത്യേക അഭിവാദ്യം ചെയ്ത് അദ്ദേഹം ലോക് ഭവനിലേക്ക് മടങ്ങുകയാണ്. രാവിലെ 8:50 നിയമസഭാ കവാടത്തിലെത്തിയ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ആചാരപരമായി സ്വീകരിച്ചത്. പിന്നീട് അദ്ദേഹത്തെ നിയമസഭ സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് ആനയിച്ചു. പിന്നീടാണ് അദ്ദേഹം സഭയിലെത്തിയത്. നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരത്തോടു കൂടിയാണ് സഭയുടെ നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾക്കറിയാം, പുതിയ തീരുമാനപ്രകാരം ദേശീയ ഗാനത്തിന് മുമ്പായി ദേശീയ ഗീതമായ വന്ദേമാതരം കൂടി ആലപിക്കണമെന്നുള്ള തീരുമാനപ്രകാരം വന്ദേമാതരവും ജനഗണമനയും ആലപിച്ച ശേഷമാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. പിന്നീട് അദ്ദേഹം 1.25 മണിക്കൂർ നീളുന്ന പ്രസംഗത്തിൽ ഒട്ടാകെ വി ഡി സതീശൻ സർക്കാരിൻ്റെ പ്രകടന പത്രിക കുത്തിനിറച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമായിരുന്നു നടന്നത്. മലബാർ മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയാണ് നൽകിയിരിക്കുന്നത്. മലബാറിലെ യുവാക്കൾക്കായി നൈപുണ്യ വികസന പദ്ധതി, മലബാർ മേഖലയിൽ തീർത്ഥാടന സർക്യൂട്ട് തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങൾ മലബാർ മേഖലയ്ക്ക് മാത്രമായി വി ഡി സതീശൻ സർക്കാർ നീക്കിവെക്കുകയാണ്. അത്തരത്തിലുള്ള പ്രത്യേകതകൾ ഈ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. ഗവർണർ വായിച്ച നയപ്രഖ്യാപനം, അത് സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണ് അദ്ദേഹം നിയമസഭയിൽ വായിച്ചത്. മലബാർ മേഖലയ്ക്ക് മാത്രമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നു. അതുപോലെ തന്നെ സതീശൻ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഈ നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്നും ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദ്, വി ഡി സതീശൻ സർക്കാർ തുടക്കത്തിലെ തന്നെ മലബാർ മേഖലയ്ക്ക് വാരിക്കോരി നൽകുന്നു എന്നുള്ള നയപ്രഖ്യാപനം ഈ പ്രസംഗത്തിൽ നമുക്ക് വ്യക്തമാണ്. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യം, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രസംഗത്തിലുണ്ട്. പക്ഷേ ഇതിലൊക്കെ എടുത്ത് പറയേണ്ട കാര്യം, കേരള ജനതയെ ഒന്നായി കാണുന്നതിന് പകരം മലബാർ മേഖലയ്ക്ക് മാത്രമായി ചില പ്രത്യേക ആനുകൂല്യം, പ്രത്യേക പരിഗണന ഈ നയപ്രഖ്യാപനത്തിൽ കാണുന്നുണ്ടല്ലോ ശ്യാമപ്രസാദ്. വിനോദ്, 1 മണിക്കൂർ 13 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമായും UDFന്റെ വികസന പത്രികകളും ഒപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ UDF സർക്കാരിനായി നയപ്രഖ്യാപന പ്രസംഗം വായിക്കേണ്ടി വന്നത്. തുടക്കത്തിൽ തന്നെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് വന്ദേമാതരത്തോടു കൂടി തന്നെയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കം തുടങ്ങിയതും. അതിനുശേഷം പ്രധാനമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ UDFന്റെ പ്രകടന പത്രിക വായിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങിയത്. എന്തായാലും നിലവിൽ ഈ ഒരു പ്രകടന പത്രികയിലെ ആ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന UDFന്റെ പ്രകടന പത്രിക തന്നെയാണ് പ്രധാനമായും വന്നത്. ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ ഭദ്രത ഉറപ്പാക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുതിയ കേരളമാണ് ലക്ഷ്യമെന്ന വി ഡി സതീശന്റെ മന്ത്രിസഭയുടെയും പ്രധാനമായ ഒരു പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയും ചെയ്തത്. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളാണ് ഗവർണർ നിയമസഭയിൽ വായിക്കുക. അതാണ് നയപ്രഖ്യാപനം എന്നുള്ളത്. സർക്കാർ പുതുതായി അധികാരത്തിലേറ്റ സർക്കാർ എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കുന്നു എന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുണ്ടാകും. അത്തരത്തിലുള്ള ഒരു പ്രസംഗം തന്നെ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം ഈ നയപ്രഖ്യാപനത്തിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചില മേഖലയ്ക്ക് മാത്രമായി ചില പ്രത്യേക ആനുകൂല്യങ്ങൾ വി ഡി സതീശൻ സർക്കാർ നൽകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് മലബാർ മേഖലയ്ക്കാണ് പ്രത്യേക പരിഗണന ലഭിക്കുന്നത്. മലബാറിലെ യുവാക്കൾക്ക് പ്രത്യേക പദ്ധതികൾ തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു.